പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളുടെ സമഗ്രമായ വിമോചനത്തിനു വേണ്ടി നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഒത്തിരി മക്കള് അനേകം പേരെ വിളിക്കുന്നു. പല പല ബന്ധനങ്ങളില്, കെട്ടുകളില്, പൈശാചിക പീഡകളില് പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ അതേപടി അനുഭവിക്കുന്ന അനേക മക്കള് അച്ഛന് മെസ്സേജ് വിടുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ ഈ പറയുന്ന ഓരോ മേഖലകളിലും അതുപോലെ അടിമപ്പെട്ട് കിടക്കുന്ന ആയിരക്കണക്കിന് മക്കളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസത്തെ സന്ദേശങ്ങൾ സ്വീകരിച്ച് നമ്മുടെ എല്ലാ മക്കൾക്കും വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ദൈവം അതിശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. നമുക്ക് സ്ഥിരോത്സാഹത്തോടെ, പ്രത്യാശയോടെ, വലിയ ഉറപ്പോടെ, വിശ്വാസത്തിന്റെ കരുത്തോടെ ഈ പ്രാർത്ഥനയില് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി അച്ഛൻ നിങ്ങൾ എല്ലാവരെയും ഓർത്ത് നന്ദി പറയുകയാണ്. ശുശ്രൂഷ അനേകരിലേക്ക് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും, അതോടൊപ്പം തന്നെ ശക്തമായി പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരെയും, അതോടൊപ്പം തന്നെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ മക്കളെയും നന്ദിയോടെ ഓർക്കുന്നു. അതിന് നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം പ്രത്യേകം അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയും ദൈവത്തിന്റെ ശക്തമായ ഇടപെടലും ഈ പ്രാർത്ഥനകളിലൂടെ അനേക മക്കള്, കുടുംബങ്ങള് അനുഭവിച്ചറിയാൻ ഇടയാകുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് ഈ പ്രാർത്ഥനയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും എല്ലാവിധ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കുരിശുമാരന്റെ ശക്തിയാൽ എല്ലാ വിടുതലും നൽകി രക്ഷാകരമായ ദിവ്യരഹസ്യത്തിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗത്തോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെയും യോസേപ്പ് പിതാവിന്റെയും വലിയ സാന്നിധ്യത്തില് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ശക്തമായ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവൻ ഒരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പ്രത്യേകം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവൻ മേലിൽ ഒരിക്കലും ജനങ്ങളെ വെഴുതിറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കളുടെ എല്ലാ തലങ്ങളിലുമുള്ള വിമോചനത്തിനു വേണ്ടിയാണ് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു മേഖല, നമ്മുടെ മക്കള് അറിഞ്ഞോ അറിയാതെയോ ചെറുപ്പത്തില് ദുരുപയോഗിക്കപ്പെട്ട അനുഭവങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ സ്വാധീനങ്ങൾ. അതോടൊപ്പം തന്നെ ഒപ്പം നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു മേഖല, തിരസ്കരിക്കപ്പെട്ട ചില മക്കൾ. അതായത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ചൈൽഡ്, പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉണ്ടായ കൊച്ച്, വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന രീതിയിൽ ഉരുവായി ഉദരത്തിൽ ആയിരുന്നു. ചില മക്കൾക്ക് ആ
ആ കൊച്ചിനെ കൊല്ലാൻ വേണ്ടി മരുന്ന് കൊടുത്തു, മരിച്ചില്ല. അങ്ങനെ വേണ്ടാത്ത പോലെ ജനിച്ച മക്കളുടെ അവസ്ഥകൾ കുറെ കണ്ടിട്ടുണ്ട് അച്ഛൻ. അതിലൂടെ തിരസ്കരണത്തിന്റെ ഒരു അരൂപി ഈ മക്കളിലേക്ക് വരും. ആ അരൂപി മാതാപിതാക്കളോട് ദേഷ്യമായി, വെറുപ്പായി, അതും സ്വഭാവത്തില്, അതോടൊപ്പം തന്നെ എന്നെ ആർക്കും വേണ്ട എന്നൊരു തോന്നലിലേക്കും അപകർഷതാബോധത്തിലേക്ക് നയിക്കുന്ന ഒരു അരൂപി ഈ മക്കളിൽ അതിലൂടെ കയറിപ്പറ്റാൻ ഇടയാകും. ഈ മക്കള് ചിലപ്പോൾ മറ്റുള്ളവരിലേക്ക് ആകർഷിക്കപ്പെടും. അവളെ വേണ്ടവര് അല്ലെങ്കിൽ അവനെ വേണ്ടവര് ഇവരെ കാണുമ്പോൾ പെട്ടെന്ന് കൂട്ടുകെട്ടിലേക്കും തെറ്റായ സ്നേഹബന്ധങ്ങളിലേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ചെടിക പാപം, ലഹരിയിലേക്കൊക്കെ വീണു പോകാൻ വളരെ വലിയ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ദുരുപയോഗിക്കപ്പെട്ട മക്കൾ എന്ന് പറഞ്ഞാല് ഈ അറിവില്ലാത്ത അവസ്ഥയില് ഏതെങ്കിലും മനുഷ്യരാല് ദുരുപയോഗിക്കപ്പെടുമ്പോ ഈ വ്യഭിചാര ദുർബോധം കേറിയ ഈ മനുഷ്യന്റെ സ്പർശനത്തിലൂടെ, ദുരുപയോഗിക്കലൂടെ ഈ കുഞ്ഞിലേക്ക് ഈ പൈശാചിക ശക്തി ഈ കുഞ്ഞു പോലും അറിയാതെ കയറിപ്പറ്റും. അത് പിന്നീട് ഈ കുഞ്ഞിനെ സ്വാധീനിക്കും. പിന്നീട് കൊച്ച് സ്വന്തം ജീവിതത്തില് സമാനമായ ആസക്തിയിലേക്കും, ഈ കുഞ്ഞ് ചിലപ്പോൾ പ്രായമാകുമ്പോൾ മറ്റുള്ളവരെ ദുരുപയോഗിക്കാനും മാത്രമല്ല ജടിക പാപങ്ങളിലേക്ക്, സ്നേഹബന്ധങ്ങളിലേക്ക്, വഴിപിഴച്ച ജീവിതത്തിലേക്ക് പോകാനും പ്രേരിപ്പിക്കുന്ന ഒരു പൈശാചിക ശക്തി ഈ അജ്ഞതയുടെ കാലഘട്ടത്തിൽ ദുരുപയോഗിക്കപ്പെട്ടതിലൂടെ ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ കയറിപ്പറ്റിയ ഒരു ആത്മീയ സാന്നിധ്യമായിട്ട്, വ്യഭിചാര ദുർബോധത്തിന്റെ സാന്നിധ്യമായിട്ട് ഈ കുഞ്ഞിനെ അടിമപ്പെടുത്താം. ഇങ്ങനെ ഒത്തിരി മക്കളെ കണ്ടിട്ടുണ്ട്. മക്കൾക്ക് ആഗ്രഹമില്ലേലും അച്ഛാ ചെയ്തു പോവാ, അല്ലെങ്കിൽ അങ്ങനെ ആയി പോവാ, അങ്ങനെ ഒരു അവസ്ഥ. ഈ അരൂപിയേതാ മക്കളെ? ഈ അരൂപിയാണ് അച്ഛൻ രണ്ട് പറഞ്ഞ കാര്യങ്ങള്. വേണ്ടാത്ത അവസ്ഥയിൽ, തിരസ്കരിക്കപ്പെട്ട അവസ്ഥയിൽ ജനിച്ചതിന്റെ അവസ്ഥ. രണ്ട്, ദുരുപയോഗിക്കപ്പെട്ടതിലൂടെ കയറിപ്പറ്റിയ പൈശാചിക സ്വാധീനങ്ങള്. വളർച്ചയുടെ കാലഘട്ടത്തിൽ ഈ മക്കളെ പാപത്തിലേക്ക്, മ്ലേച്ഛതയിലേക്ക്, കൂട്ടുകെട്ടിലേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടുകെട്ടിച്ചത് പെടുമ്പോ മദ്യം, ലഹരി, വ്യഭിചാരം, പബ്ബ്, കറങ്ങാമ്പോക്ക്, ഇതിലേക്കൊക്കെ നമ്മുടെ മക്കൾ നയിക്കും. ഇന്ന് നമ്മുടെ മക്കളെ പലരെയും അച്ഛൻ പഠിച്ചപ്പോ ഇതിനെ പിന്നെ പ്രവർത്തിക്കുന്ന പൈശാചിക സ്വാധീനങ്ങള്, ശക്തികള്, അരൂപികള് കയറി പറ്റിയത് ഇങ്ങനെയുള്ള ചില സത്യമായ അനുഭവങ്ങളിലൂടെയാണ്. നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ഏതെങ്കിലും സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞില്ലേ മക്കളെ, ഇതിനെ പിന്നെ പ്രവർത്തിക്കുന്ന ചില അരൂപികളുണ്ട്. അവ കയറി പറ്റിയ വഴികളുണ്ട്. ആ വഴികളെ അറിഞ്ഞ് അതിൽ നിന്ന് വന്ന പൈശാചിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നമ്മുടെ മക്കളെ വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്കും വിമോചനത്തിലേക്കും നയിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുഞ്ഞുങ്ങൾ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തിനാ പെട്ടെന്നായി പോയി, അങ്ങനെയൊക്കെ ചിന്തിച്ച് കുഞ്ഞിനെ മനസ്സുകൊണ്ട്, അത് അമ്മയുടെ ഉദരത്തില് അമ്മയുടെ മനസ്സിന്റെ ഓരോ ചിന്തയും ആ കൊച്ചിനെ സ്വാധീനിക്കും. അതുകൊണ്ട് ആ കൊച്ചിന് അമ്മയോട് സ്നേഹമില്ല. ചിലപ്പോൾ അപ്പം പറയും വേണ്ടാത്ത കൊച്ചായിരുന്നു, അത് പിന്നെ പറഞ്ഞിട്ടുണ്ടാകും വാക്കുകൊണ്ട്. അതൊക്കെ നമ്മുടെ മക്കളെ ഒത്തിരിയേറെ നമ്മിൽ നിന്നും അകറ്റു. മാത്രല്ല അതിലൂടെ ഈ അരൂപി മക്കളിൽ കയറും. അതോടൊപ്പം തന്നെ ദുരുപയോഗിക്കപ്പെടുമ്പോ നമ്മൾ ആരെങ്കിലും കൊച്ചങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെയോ സ്പർശനത്തിലൂടെയോ മറ്റു ദുരുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മിലൂടെ അല്ലെങ്കിൽ ആരിലൂടെയെങ്കിലും നമ്മുടെ മക്കളിൽ കടന്നു വന്ന ഈ അരൂപികളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കർത്താവിന്റെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ച് നമുക്കിന്ന് ഈ വിമോചന പ്രാർത്ഥനയില് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ ഇന്നത്തെ സ്വഭാവത്തെ, അവസ്ഥയെ സ്വാധീനിക്കുന്ന എല്ലാവിധ പൈശാചിക ശക്തികളെയും ഉത്ഭവം മുതല് ഈ മക്കളുടെ ജീവിതത്തില് കടന്നു വന്നിട്ടുള്ള എല്ലാ ദുരാത്മ ദുർബോധ പൈശാചിക ശക്തികളെയും അപ്പന്റെ അധികാരത്തില്, അമ്മയുടെ അധികാരത്തില്, പൗരോഹിത്യ അധികാരത്തിൽ, കർത്താവിന്റെ കുരിശുമാരുടെ ശക്തിയാൽ പാപത്തെ, ശാപത്തെ, മരണത്തെ, കടങ്ങളെ, സാത്താനെ പരാജയപ്പെടുത്തിയ ഈ കുരിശുമാരുടെ ശക്തിയാൽ നമുക്ക് മോചിപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൽ വിജയം കൈവരിക്കുവാൻ, വിമോചനം പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വലിയ പ്രാർത്ഥനയോടെ ദിവ്യകാല സന്നിധിയില് ഈ മേഖലകളിലുള്ള ആത്മാക്കളെ ബഹിഷ്കരിച്ച് നമ്മുടെ മക്കളെ വിമോചനത്തിനായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, മക്കളുടെ സമഗ്രമായ വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങേ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓ കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ മക്കളുടെ വിമോചനത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെ ഓരോരുത്തരെയും, ഇവരുടെ കുടുംബങ്ങളെയും, ഇവരുടെ മക്കളെയും, എല്ലാ നിയോഗങ്ങളെയും ഈശോയെ അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. വലിയ വിടുതലും വലിയ സ്വാതന്ത്ര്യവും വലിയ രക്ഷയും നൽകി വിമോചനത്തിന്റെ ശക്തിയാൽ അങ്ങയുടെ മക്കളെ എല്ലാവരെയും നിറച്ചനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനയുടെ ഫലം കാണുവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് പൈശാചിക ശക്തികളെ നിർവീര്യമാക്കി ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളുടെ വിമോചനം കാണുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങയുടെ നാമത്തില് അങ്ങനെ പരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തില് പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ, രോഗികളെ സുഖപ്പെടുത്തുവാൻ, ഉദാശകൾ പരിക്രമം ചെയ്യുവാൻ, അങ്ങയുടെ വചനത്തെ പ്രഘോഷിക്കുവാൻ, അതിലൂടെ അങ്ങയുടെ മക്കളെ രക്ഷയിലേക്ക് നയിക്കുവാൻ, വിമോചിപ്പിക്കാനുള്ള പൗരോഹിത്യ അധികാരത്തില് അങ്ങയുടെ നാമത്തിന്റെ അങ്ങയുടെ തിരുസന്നിധിയില് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രത്യേകിച്ചും കർത്താവേ, ഇത്രയേറെ തിരസ്കരിക്കപ്പെട്ട മക്കള്, വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയ അവസ്ഥയിൽ ജനിച്ച മക്കള്, അപ്രതീക്ഷിതമായിട്ട് ജനിച്ച മക്കള്, ചിലപ്പോഴെങ്കിലും കൊന്നു കളഞ്ഞാലോ എന്ന് ആഗ്രഹിച്ചു, അതിനുവേണ്ടി ചിലപ്പോൾ മരുന്ന് പോലും കഴിച്ചു. അങ്ങനെയൊക്കെ വേണ്ടാത്ത അവസ്ഥയിൽ ജനിച്ച മക്കള്, അവരിലേക്ക് കടന്നു വന്ന ചില പൈശാചികമായ വെറുപ്പ്, വിദ്വേഷം, എന്നെ ആർക്കും വേണ്ട എന്നുള്ള തോന്നിപ്പിക്കുന്ന പൈശാചിക ചിന്തകൾക്ക് കാരണമായ അരൂപികള് സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മക്കള് ദുരുപയോഗിക്കപ്പെട്ടപ്പോൾ കടന്നു വന്ന പൈശാചിക ശക്തികള്, ചില ആസക്തികള്, ദുരാത്മ ദുർഭൂതങ്ങള് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ മക്കൾ പോലും അറിയാതെ സ്വഭാവത്തെ, ശരീരത്തെ, ചിന്താഗതികളെ, ബന്ധങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്, പാപങ്ങളിലേക്ക് നയിച്ചു. ഈശോയെ, ഞങ്ങളുടെ മക്കളെ ഈ മേഖലയില് ആധിപത്യം ഉറപ്പിച്ച് സ്വന്തമാക്കിയിട്ടുന്ന പോലെ നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും, വ്യഭിചാര ദുർഭൂതങ്ങളെയും, നിരാശയെയും, വെറുപ്പ്, എന്നെ ആർക്കും വേണ്ട എന്ന പൈശാചിക ചിന്തകളെ ഈശോയെ അവിടുന്ന് എടുത്തു മാറ്റി അങ്ങയുടെ മക്കളാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റണമേ. അതിൽ നിന്ന് കൂട്ടുകെട്ടിലേക്ക്, തെറ്റായ സ്നേഹബന്ധങ്ങളിലേക്ക്, ജടിക പാപങ്ങളിലേക്ക്, ലഹരിയിലേക്ക്, മറ്റു പല ലോകത്തിന്റെ വ്യാപാരങ്ങളിലേക്കും മാനുഷികമായ ബന്ധങ്ങളിലേക്കും ജടികമായ പാപത്തിലേക്കും പോയ ഞങ്ങളെല്ലാ മക്കളെയും ഈ വിമോചനത്തിലൂടെ അങ്ങ് വിടുവിച്ചുകൊണ്ട് യഥാർത്ഥമായ ദൈവമക്കളുടെ ജീവിതത്തിലേക്ക് അങ്ങ് തിരിച്ചു കൊണ്ടുവരണമേ. വേണ്ട വിടുതലും സ്വാതന്ത്ര്യവും സൗഖ്യവും അഭിഷേകവും ശക്തിയും നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്കായി ഈ വിമോചന പ്രാർത്ഥനയില് അങ്ങേ തിരുസന്നിധിയില് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ എല്ലാ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശുദ്ധ കുരിശിനാൽ മുദ്ര വെച്ച് നമ്മയും നമ്മുടെ മക്കളുടെ മേൽ ആത്മന കുരിശിനാൽ മുദ്ര വെച്ച് നമ്മുടെ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവിന്റെ ശക്തി നമുക്ക് പ്രഘോഷിച്ചുകൊണ്ട് ഈ വിമോചന പ്രാർത്ഥനയിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി
സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ മക്കളുടെ സമഗ്രമായ വിമോചനത്തിനും സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മേഖലകളിൽ വലിയൊരു വിടുതൽ നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും മറ്റെല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മാധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും വിശുദ്ധ മാമോദിസായിലൂടെയും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ടും എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും എല്ലാ ദുരാത്മ ദുർഭൂതങ്ങളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ മക്കളെ കീഴ്പ്പെടുത്തി വച്ചിരിക്കുന്ന ദുരുപയോഗിക്കപ്പെട്ടതിലൂടെയും തിരസ്കരിക്കപ്പെട്ടതിലൂടെയും ഞങ്ങളുടെ മക്കളെ അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മക്കളുടെ ജീവിതത്തിൽ ആദി വ്യാധികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസനകളും അപകർഷത ബോധവും എന്നെ ആർക്കും വേണ്ടെന്നുള്ള ചിന്തകളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവിഷ ശക്തികളെ, ഹലാലിന്റെ ശക്തികളെ, വശീകരണ യന്ത്രങ്ങളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഇവയെല്ലാം ഞാൻ ശാസിച്ച് ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇനിമേൽ ഇവയൊന്നും ഈ മക്കളെ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം യാചിക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ വികാരങ്ങളെയോ ആസക്തികളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും ശരീരത്തിൽ രോഗപീഠകളും മനസ്സിൽ ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാഗ്രഹങ്ങളും വികാരങ്ങളിൽ ആസക്തികളും ഉളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും എല്ലാ ദുശീലങ്ങൾക്കും ദുഷ്പ്രവർത്തികൾക്കും കാരണമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും തിന്മയുടെ എല്ലാ സ്വാധീനത്തിൽ നിന്നും കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഇവരുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും വികാരങ്ങളെയും ഞാൻ മോചിക്കുകയും കർത്താവിന്റെ സ്വന്തമായി ഇവരെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഇവർ കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട കർത്താവിന്റെ സ്വന്തമായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈ മക്കളിൽ ആവസിച്ച് അവിടുത്തെ വരദാന ഫലങ്ങളാൽ ഇവരെ നിറയ്ക്കട്ടെ. യേശുവിന്റെ തിരുരക്തം ഈ മക്കൾക്ക് സംരക്ഷണമായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും എല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥവും സാന്നിധ്യവും മക്കൾക്ക് സംരക്ഷണമായിരിക്കട്ടെ. അങ്ങനെ ഇവർ എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും മോചിതരായി അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ മക്കൾ പരിപൂർണമായ വിമോചനം പ്രാപിച്ച് ദൈവമക്കളെ പോലെ സ്നേഹത്തിലും വിശുദ്ധിയിലും ജീവിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്ക് ഇടയാവുകയും ചെയ്യട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളെ പരിപൂർണമായും സൗഖ്യപ്പെടുത്തണമേ, വിടുതൽ നൽകണമേ. മറ്റൊരാത്മാവും ഞങ്ങളുടെ മക്കളെ ഇനി അങ്ങോട്ട് നയിക്കാത്ത വിധം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മക്കളുടെ ചിന്തയുടെ, വികാരങ്ങളുടെ, മനസ്സിന്റെ ആസക്തികളുടെ തീരുമാനം ഏറ്റെടുക്കട്ടെ. ഈ മേഖലയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ടൊന്ന് പ്രാർത്ഥിച്ച എൻ്റെ മക്കളെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്നതിന് മുമ്പ് സകലേശാദിവ്യ കടാറ്റം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ സ്വന്തമായി തീരട്ടെ. അങ്ങ് ആശീർവദിച്ച് അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കണമേ. മറ്റെല്ലാ പൈശാചിക ശക്തികളും ഞങ്ങളുടെ മക്കളെ വിട്ടുമാറി പോകട്ടെ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു. ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഞങ്ങളുടെ മക്കളുടെ എല്ലാ മുറിവുകളും ഉണക്കി അവർക്ക് ലഭിച്ച എല്ലാ അസ്വസ്ഥതകളും നീക്കപ്പെട്ട് വലിയ വിടുതൽ നൽകി ഞങ്ങളുടെ മക്കളെ വലിയ ചൈതന്യത്തില്, പുതിയ അഭിഷേകത്തില് നിറച്ച് അനുഗ്രഹിക്കണമേ. അങ്ങയിലേക്ക് ഞങ്ങളുടെ മക്കൾ തിരിച്ചു വരട്ടെ, അങ്ങയുടെ സ്വന്തമായി ജീവിക്കട്ടെ. ആമേൻ.